ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പിയില്ലേ ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ കുറച്ച് ആൾക്കൊന്നും അറിയില്ല കേട്ടോ. എന്നോട് ഇപ്പോൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന്. ഇത് മയോണീസാണ് കേട്ടോ. അപ്പം പാൽ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്ക് അറിയില്ല. അധികം ആളും ഇപ്പോഴും മുട്ടയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം വെജ് മയോണീസ് ആണെങ്കിൽ മീൻസ് മുട്ട അല്ലാണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ വീഡിയോ കണ്ടോട്ടോ, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇതാ ഞാൻ 1/4 കപ്പ് പാലിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല തണുത്ത പാലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടിയായി കിട്ടും. അപ്പോൾ ഇതാ 1/4 കപ്പ് പാലും പിന്നെ ഇതാ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളി ഇട്ടാൽ മതി. അപ്പോൾ ഇതാ ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഓയിലാണ്. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പം ആദ്യം ഞാനിതാ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണേൽ നമുക്ക് മയോണീസിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണേൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് വേണം നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ. ഇതാ ഞാൻ 1 ടീസ്പൂണോളം വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനീഗർ ഒഴിച്ചിട്ട് കൂടുതൽ വെക്കണ്ട, പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മളെ പാല് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്ന ടൈമിൽ വിനീഗർ ഒഴിച്ചിട്ട് അപ്പോഴെ തന്നെ ഒന്ന് ബ്ലെൻഡാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് കുറച്ചുകൂടെ ലൂസാകുന്നില്ലേ, അപ്പം നമുക്ക് ഒരു 1/4 കപ്പ് കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു 1/4 കപ്പ് പാലിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് നല്ലോണം ഒരു 1-2 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ നല്ല ക്രീമി ആയിട്ടുള്ള മയോണീസ് റെഡിയായി. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല വൈറ്റ് കളറിലുള്ള മയോണീസ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിനി പാലിൽ വിനീഗർ ഒഴിച്ചാൽ പിരിഞ്ഞു പോകില്ലേ എന്നെല്ലാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ക്രീമി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചില ആൾ പണ്ട് മുതലേ പാലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ചാൾക്കൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ആക്കിയേട്ടാ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും ഇതുപോലെ സിമ്പിൾ റെസിപ്പീസും വ്ളോഗൊക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.